ഹലോ കൂട്ടുകാരെ, മാ കുക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ഗുലാബ് ജാം ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഗുലാബ് ജാം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇന്നൊരു ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. ബ്രെഡല്ല, പച്ചറൊട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചറൊട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിൻ്റെ ഒരു പകുതി പച്ചറൊട്ടി എടുത്തിട്ട് അതിന് ജസ്റ്റ് കൈകൊണ്ട് ഇതുപോലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ പിച്ചിടാവുന്നതേ ഉള്ളൂ. ഒന്ന് പിച്ചിട്ടതിന് ശേഷം അതിലേക്ക് നല്ലതുപോലെ പാൽപ്പൊടി ചേർക്കണം. ഒരു പകുതി ബ്രെഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി മുക്കാലും നല്ല രീതിക്ക് പാൽപ്പൊടിയും കൂടി ചേർക്കണം. പാൽപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടി ചേർക്കുക. അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പാലൂടെ ഒഴിച്ച്, ഒത്തിരി പാലായി പോകരുത്, ഒന്ന് കുഴഞ്ഞു പോകരുത്, ഇച്ചിരി പാലൂടെ ഒഴിച്ച് നല്ലപോലെ ഒരു ചപ്പാത്തി പരുവത്തിനൊന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് ഒരു 10 മിനിറ്റിനേക്കിന് നമുക്കിതൊന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തൂത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കയ്യിലോട്ട് പിടിക്കാതിരിക്കും. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ചെറിയൊരു കൊഴുക്കട്ട പരുവത്തിൽ ഇതുപോലെ ചെറിയൊരു ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നല്ലപോലെ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്കിനും ആ ചെറിയ ബോൾസ് എല്ലാം ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ചെറുതായിട്ട് ആ കളറൊന്ന് മാറി ഒരു നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആകുമ്പോഴത്തേക്കിനും കോരിയെടുക്കണം. ഇതുപോലെ എല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും എടുത്താൽ മതി. ബാക്കിയെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ നല്ലൊരു കളർ ഷെയ്ഡായിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് കോരിയെടുക്കണം. കോരിയെടുത്ത് ജസ്റ്റ് ഒന്ന് എണ്ണ വലിയാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടി ഒരു പഞ്ചസാര പാനിയും കൂടി റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പഞ്ചസാര ചേർക്കണം. ഒരു 1.5 കപ്പോളം പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. കാരണം അത്രയും ഗുലാബ് ജാം ഉണ്ടാക്കി എടുക്കേണ്ടതല്ല. അപ്പോൾ നല്ലപോലെ മധുരം പിടിക്കണമല്ലോ. മധുരമാണല്ലോ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരെണ്ണം. അപ്പോൾ ഇതുപോലെ പഞ്ചസാര ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കുകയൊന്നും വേണ്ട. ആ പഞ്ചസാര ഒന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതോട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ച് നല്ല ഒന്ന് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഏലക്കയുടെ മണം കൂടി അതിലേക്ക് ഒന്ന് ചേർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്വാദായിക്കോളും. ഇനി ഇതിലേക്ക് ഗുലാബ് ജാമിൻ്റെ എല്ലാം കൂടി എടുത്ത് എണ്ണ വരിയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടി എടുത്ത് ഇതിലേക്കിടാം. ഈ പഞ്ചസാര പാനിയിലോട്ട് എടുത്തിടാം. കാരണം ചെറു ചൂടുള്ള പഞ്ചസാര പാനിയാണ്. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ അത് പൊങ്ങി കിടക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആ വെള്ളം എല്ലാം അതിലേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം കൂടി ഇട്ട് ഇപ്പോൾ തന്നെ ആവി പറക്കുന്നുണ്ട്. കാരണം അത്രയും ചൂടായതുകൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസത്തോളം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേയോളം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇട്ട ഉടനെ തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി കഴിക്കരുത്. ഒന്ന് നല്ലപോലെ അതൊന്ന് സോഫ്റ്റ് ആകണം. എല്ലാം സെറ്റായതിന് ശേഷം മാത്രമേ എടുത്ത് കഴിക്കാവുള്ളൂ. അപ്പോൾ അത്രയും ഒരു ഹാഫ് ഡേയോളം രാവിലെ ഒരു 3-4 മണിക്കൂറോളം വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഞാൻ നല്ലൊരു പാത്രത്തിലോട്ടെടുത്ത് കോരിയെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.